കെ.പി.സി.സി റിപ്പോർട്ട് വിവാദമായതിനെ തുടർന്ന് കെ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ പിന്നീട് വലിയ ചർച്ചയായി മാറുകയാണ്. തൃശൂർ ലോക്സഭാ സീറ്റ് തിരിച്ചുപിടിക്കാൻ മുൻ എം.പി. ടി.എൻ. പ്രതാപൻ തന്നെ വേണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കെ മുരളീധരന്റെ ഈ പ്രസ്താവന പ്രതാപനെ ലക്ഷ്യം വെച്ചെന്നാണ് നിലവിലെ സൂചന. ലോക്സഭയിൽ നിന്നും മടങ്ങി നിയമസഭയിലെത്തി എം.എൽ.എയും മന്ത്രിയുമാകാനുള്ള പ്രതാപന്റെ ആഗ്രഹം മനസ്സിലാക്കിയാണ് അദ്ദേഹം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടുമായി മുരളീധരൻ രംഗത്ത് വന്നതെന്നാണ് നിരീക്ഷണം. ഇതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതാപൻ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നതിന് തടയിടാനാകും. ലോക്സഭാംഗമായിരിക്കെ പലതവണ നിയമസഭയിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച നേതാവായിരുന്നു പ്രതാപൻ. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ തവണ പ്രതാപനെ പിൻവലിച്ച് കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് മത്സരിപ്പിച്ചത്. ലോക്സഭയിലേക്ക് പോയാൽ തൽക്കാലം വെറും എം.പി. ആയി ഇരിക്കേണ്ടി വരും. എന്നാൽ അതേസമയം നിയമസഭയിലാണ് എങ്കിൽ അടുത്ത തവണ ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധ്യതയുണ്ട് എന്നിരിക്കെ സംസ്ഥാന മന്ത്രിയായി വിലസാനും സാധിക്കും. എം.പിമാരിൽ പലരുടെയും ലക്ഷ്യം കഴിഞ്ഞ തവണ കേരളത്തിലേക്ക് മടങ്ങാൻ തന്നെയായിരുന്നു. എന്നാൽ ഹൈക്കമാൻഡ് ഇവർക്ക് പച്ചക്കൊടി കാണിച്ചില്ല. ജയസാധ്യത തന്നെയായിരുന്നു പ്രശ്നം. എന്നാൽ പത്മജ ബി.ജെ.പിയിൽ ചേർന്നതോടെ പ്രതാപന് മാത്രം മത്സര രംഗത്ത് നിന്ന് മാറാൻ അനുമതി നൽകി മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റുകയായിരുന്നു പാർട്ടി ചെയ്തത്. ജയസാധ്യത പറഞ്ഞ പ്രതാപനെ വീണ്ടും ഡൽഹിയിലേക്ക് അയക്കാനാണ് പുതിയ നീക്കം. തൃശൂരിലെ പരാജയത്തിന്റെ സാഹചര്യത്തിൽ മുരളിയും പ്രതാപനും നല്ല ബന്ധത്തിലുമല്ല. എന്നാൽ അതേസമയം കോൺഗ്രസ് ബി.ജെ.പിക്ക് വോട്ട് മറിച്ചതിനാലാണ് തൃശൂരിൽ കെ മുരളീധരൻ 3ാം സ്ഥാനത്തായതെന്ന് സമ്മതിക്കുന്ന കെ.പി.സി.സി റിപ്പോർട്ട് പുറത്തായതോടെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയില്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് മുരളീധരന്റെയും നിലപാട്. തനിക്ക് പറയാനുള്ളത് സമിതി അംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നും മുരളീധരൻ പ്രതികരിക്കുന്നുണ്ട്. തോൽവിക്ക് കാരണക്കാരെന്ന് റിപ്പോർട്ടിൽ പറയുന്ന ടി.എൻ. പ്രതാപൻ കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റാണ്. സിറ്റിംഗ് എം.പി. ആയ അദ്ദേഹത്തെ മാറ്റി മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് ഈ പദവി അദ്ദേഹത്തിന് ലഭിച്ചത്. കെ.എസ്.യുവിന്റെ ചുമതലയും പ്രതാപന് തന്നെയാണ്. അനിൽ അക്കരെ കെ.പി.സി.സി എക്സിക്യൂട്ടീവ് അംഗമാണ്. ഇവരെ പദവികളിൽ നിന്ന് ഒഴിവാക്കണമെന്നതാണ് നിലവിലെ ആവശ്യം. തൃശൂർ കോർപ്പറേഷനിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും തൃശൂർ, ഒല്ലൂർ, പുതുക്കാട്, മണലൂർ, നാട്ടിക തുടങ്ങിയ മണ്ഡലങ്ങളുമായി ബി.ജെ.പി വോട്ടുകൾ അനധികൃതമായി ചേർത്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കണ്ണടച്ചുവെന്ന ആരോപണം റിപ്പോർട്ടിലുമുണ്ട്. മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ 86,965 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. ബി.ജെ.പി വിജയിച്ചത് 74,686 വോട്ടിനും. കെ.സി. ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ട് കെ.പി.സി.സി ഓഫീസിൽ നിന്നാണ് ചോർന്നതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. തന്റെ പേര് ഡി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നതുകൊണ്ടാണ് ഇത്തരം അപവാദ പ്രചരണമെന്നാണ് അനിൽ അക്കരെ പ്രതികരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇതോടെ കോൺഗ്രസ് ബി.ജെ.പി അന്തർധാരയാണ് തെളിഞ്ഞത് എന്നാണ് മറുപക്ഷത്തിന്റെ വാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ മുരളീധരനെ തോൽപ്പിച്ചത് കോൺഗ്രസ് നേതാക്കളെന്ന് കെ.പി.സി.സി അന്വേഷണ സമിതിയും കണ്ടെത്തിയതോടെ തെളിഞ്ഞത് ബി.ജെ.പിയുമായുള്ള അന്തർധാരയാണ്. ജില്ലയിലെ വിവിധ വിഷയങ്ങളിൽ ബി.ജെ.പിയുടെ കോടാലി കൈകളായി പ്രവർത്തിച്ച ടി.എൻ. പ്രതാപനും അനിൽ അക്കരെയുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണക്കാരെന്ന അന്വേഷണത്തിൽ തെളിഞ്ഞുവെന്നും മറുപക്ഷം വാദിക്കുന്നുണ്ട്. കരുവന്നൂർ ബാങ്ക്, വടക്കാഞ്ചേരി ലൈഫ് ഫ്ലാറ്റ് തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികളെ മുൻനിർത്തിക്കൊണ്ട് CPM വിരോധമാണ് ഇരുവരും പ്രചരിപ്പിച്ചത്. കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലിൽ ഇവർ ബി.ജെ.പി നേതാക്കൾക്കൊപ്പം കൂടി എന്ന ആരോപണവുമുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റും മന്ത്രിസ്ഥാനവും മോഹിച്ച് ലോക്സഭയിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ച ടി.എൻ. പ്രതാപൻ ബി.ജെ.പിക്ക് അവസരമൊരുക്കുകയായിരുന്നു. കെ.പി.സി.സി സമിതിയുടെ റിപ്പോർട്ടിൽ ഇത് വ്യക്തവുമാണ്. മണലൂർ, ഗുരുവായൂർ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു എം.പി. ആയിരുന്നപ്പോൾ അദ്ദേഹം സജീവമായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സഹായവും പ്രതാപൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അനിൽ അക്കരെ ബി.ജെ.പി നേതാക്കൾക്ക് വേണ്ടപ്പെട്ടയാളാണ് എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റും ബി.ജെ.പിയുടെ സഹായവുമാണ് ലക്ഷ്യമെന്ന വിമർശനവും അനിൽ അക്കരെക്കെതിരെയും എതിർചേരിയിൽ ശക്തമായി ഉയരുന്നുണ്ട്.